ഓരോ യാത്രയും ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളാണ് പങ്കിടുന്നത്. അങ്ങനൊരു യാത്ര ഇന്ന് ഞാൻ ഇറങ്ങിയേക്കാണ്. ഇന്ന് നെയ്യാറ്റിൻകരയിലെ കിഴക്കൻ മല, ചിലരതിന് വെട്ടിയോട് മല എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇന്ന് ആ മലയിലോട്ടാണ് നമ്മൾ പോകുന്നത്. എന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയറിയാം, ഞങ്ങൾ രാവിലെയാണ് വന്നേക്കുന്നത്. നല്ലൊരു സൂര്യോദയമൊക്കെ കണ്ടു, നല്ലൊരു അടിപൊളി കാറ്റും നല്ലൊരു വൈബാണ് രാവിലെ ഇവിടെ വന്നപ്പോൾ. ബാക്കി വീഡിയോസ് നമുക്ക് എല്ലാവർക്കും കാണാം. നമ്മളപ്പോൾ നേരെ കിഴക്കൻ മലയിലോട്ട്. രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ സൂര്യോദയം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. രാവിലെ തന്നെ ഈ സൂര്യോദയം കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അതിമനോഹരമായി സൂര്യൻ ഉദിച്ചുയരുന്നത് കണ്ടു. കണ്ടത് അതിമനോഹരം, കാണാൻ പോകുന്നത് അതിലും മനോഹരം എന്ന് പറയുന്ന പോലെയാണ്. ഈ കാണുന്നതാണ് കിഴക്കൻമല ശ്രീകൃഷ്ണസ്വാമി ടെമ്പിൾ. നമ്മളിപ്പോൾ കയറിച്ചിട്ടുന്ന ഈ മലയാണ് മെയിൻ മല. ഇതിന് മേളിൽ വേറൊരു മലയുമുണ്ട്. അത് നമ്മൾ ഈ മലയുടെ വ്യൂ കണ്ടിട്ട് നമ്മൾ മുകളിലോട്ട് പോകുന്നതായിരിക്കും. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുളവുമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ മലയിൽ നിന്നുള്ള കിഴക്കൻ മലയുടെ അതിമനോഹരമായ വ്യൂ കാണാം. ഒരു 8-9 മണി കഴിഞ്ഞാണ് നമ്മൾ ഈ മലയിലോട്ട് വരുന്നതെങ്കിൽ മൈലച്ച സ്കൂള്, മൈലച്ച ടെമ്പിൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കുളം. ഈ കുളത്തെക്കുറിച്ച് പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം കൂട്ടുകാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ കുളത്തിൻ്റെ അകത്ത് 2 ലോറി മറിഞ്ഞു എന്ന കഥ. അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ ഒന്ന് എനിക്കറിയില്ല. ഈ കിഴക്കൻമല പ്രദേശത്തുള്ളവർ ഈ കുളത്തെക്കുറിച്ചുള്ള സ്റ്റോറി അറിയാവുന്നവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടുക. കിഴക്കൻമലയെ ഏറ്റവും മനോഹരമാക്കുന്നത് ഇന്നത്തെ ഈ സൂര്യോദയം തന്നെയാണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിമനോഹരമായ ഈ സൂര്യോദയം കാണാൻ സാധിക്കും. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ സൂര്യാസ്തമയവും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കിഴക്കൻമല ശ്രീകൃഷ്ണസ്വാമി ടെമ്പിൾ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഈ വ്യൂ പോയിന്റിൽ എത്താൻ സാധിക്കുന്നതാണ്. അങ്ങനെ തന്നെ നമ്മൾ കിഴക്കൻമലയിലെ അതിമനോഹരമായ വ്യൂ കണ്ടിരിക്കുകയാണ്. കിഴക്കൻമലയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് കമന്റ് ബോക്സിൽ ഞങ്ങൾ ലൊക്കേഷൻ പിൻ ചെയ്ത് വയ്ക്കുന്നതാണ്. പിന്നെ ഇതുപോലെ നിങ്ങളുടെ നാട്ടിലും അടുത്തുള്ള സ്ഥലങ്ങൾ, ആരും കാണാതെ പോയ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുക. പിന്നെ കിഴക്കൻമല വരുന്നവരെ ശ്രദ്ധിക്കുക, രാവിലെയോ വൈകുന്നേരമോ വരാൻ ശ്രമിക്കുക. അതിമനോഹരമായ ഈ കാഴ്ചയും ഇതെല്ലാം കാണണമെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് വന്നിട്ടേ കാര്യമുള്ളൂ. അടുത്തൊരു ലൊക്കേഷനുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. അതുവരെ ബൈ.